യെസ്, അങ്ങനെ നമ്മൾ പെട്ടിയും പാട്ടയൊക്കെ പറക്കി പോവുകയാണ് വീണ്ടും പുതിയ ലൊക്കേഷനിൽ. 3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്താണ്? ഇന്നത്തെ പരിപാടി നമ്മൾ മെയ്യഴകൻ സിനിമയിൽ അരവിന്ദ് സ്വാമി പാരറ്റിനെ ഫീഡ് ചെയ്യണ ഒരു സ്ഥലമില്ലേ, അത് ഇൻസ്പയർഡ് ആയ ഒരു ആളിന്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയത് അല്ല, ഈ പുള്ളിനെ കണ്ട് ഇൻസ്പയർഡ് ആയ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെയാണ് അവിടെ പോകണം. പിന്നെ അതിനടുത്താണ് നമ്മുടെ മറീന ബീച്ച്. അവിടെ പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പുതിയ റൂമിലോട്ട് പോവാം. എന്നിട്ട് ബാഗ് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടിക്ക് വേണ്ടി. കാറാണ് നമ്മൾ, വലിയ കാറിലാണ് പോണത്. വലിയ കാറല്ല, ചെറിയ കാർ, ബീച്ച്. കാര്യം ഈ ഓട്ടോയിൽ പോകുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഈ ബാഗ് കൊണ്ടുവയ്ക്കാൻ സമ്മതിക്കില്ല. ലഗേജ് ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ ചിലപ്പോൾ ചോദിക്കും. പൈസ ചോദിക്കണല്ലോ, അവർക്കൊരു മടുപ്പാണ്. ചിലര് പറ്റൂല പറയും, നിർത്തിയിട്ട് അങ്ങ് പോകും. അങ്ങനെ നമ്മുടെ സ്റ്റേയിലെത്തിയിരിക്കുന്നു. ഇതിലോ 5 ദിവസം കൊണ്ട് ഇവിടെ കാണുന്നതാണ് പ്ലാൻ. 5 ദിവസം അവിടെ. സൂപ്പർ റൂം. ഈ പൈസക്ക് വെർത്ത് തന്നെ, മോർ ദാൻ വെർത്ത് എന്നേ പറയുള്ളൂ. സാധാരണ റൂം ആൾക്കാർ വിചാരിക്കും ഇത് പോരെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണ പോയത് ഭയങ്കര മോശമായിരുന്നു. കാരണം വെള്ളം വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ബെഡ് ഓക്കെയാണ്. 2000 രൂപ എന്തോ അടിച്ചേ, 1600. എന്താണ് കിടന്ന ഇനി പോണം. പാരറ്റിന് തീറ്റ കൊടുക്കാനുള്ളതാണ്. തീറ്റ കൊടുക്കണം, പിന്നെ ഫുഡ് കഴിക്കണ്ടേ, എന്തെങ്കിലും കഴിക്കണ്ടേ. ഇറങ്ങി പുതച്ച് കിടക്കണം ഉടനെ. ഇതാണ് ഇവരെ കുഴപ്പം. കയ്യിൽ നിന്ന് മുകളിലോട്ടാവില്ല. ഓക്കെ, ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോണം. എന്നിട്ട് പാരറ്റിന് ഫുഡ് കൊടുക്കാൻ. ഓക്കെ, ഫുഡ് കഴിക്കാൻ എവിടെ പോണം? നായർ മെസ്സി പോവാം. ഓക്കെ, കേരള ഫുഡ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്നതാണ് കട. 2 meals, 1 chicken fry, 1 fish fry. കറി ഒരു ഫിഷ് കറി, ചിക്കൻ ഫ്രൈ. ഫ്രൈ ആണ് പറഞ്ഞത്. കൊള്ളാം അല്ലേ? വേറൊരു ഫീൽ. ഇതെന്തരാണ് മത്തങ്ങയാണോ? 305 രൂപയുടെ ഫിഷ് ഫ്രൈ. കർച്ചി പോലെ ഉണ്ട്, എന്നാലും ഇത് എങ്ങനെയാണ് ഒരു കട്ട് ചെയ്യണം? കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. 961 രൂപയായി. ഇതില് ഈ 300 രൂപയുടെ ഫിഷ് ഫ്രൈ, മൈ ഗോഡ്, ദാറ്റ് ഈസ് കർച്ചി. അതെ 30 രൂപയ്ക്ക് പോലും വെറുത്തല്ല. മീൽസും ഓംലെറ്റും ആണ് നല്ലത് ഇവിടെ. അതാണ്. ഇനി നമുക്ക് തത്തമ്മയ്ക്ക് തീറ്റ കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. ബസ്സിൽ പോകണമോ അതോ ഓട്ടോയിൽ പോകണമോ നിങ്ങൾ പറയും? ഓട്ടോ. നമ്മൾ ഓട്ടോ എന്നുള്ള പ്ലാൻ മാറ്റി ബസ്സിലേക്ക് വീണ്ടും വന്നു. ചോദിക്കണ്ടേ? പോട്ടിക്കട. ദാസൻ ചെയ്യുന്ന ആദ്യം ഛർദിച്ചെടുത്ത് പോയി. ഛർദിലുണ്ടോ അവിടെ? എന്തോ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് എന്തോ കിടക്കുന്നു. അപ്പോൾ ദാസൻ കറക്റ്റ് അതിൽ പോയി ഷൗട്ട് എന്നിട്ട് എവിടെ? ഭാവി ചവിട്ടുന്നിടം പാതാളം എന്ന് പറയുന്നത് ദാസൻ ചവിട്ടുന്നിടം. എവിടെ എത്തി? കോട്ടിക്കട. ഇവിടെ നടക്കണോ?
പൊട്ടിക്കടയിൽ നിന്ന് 450 മീറ്റർ നടന്നു. ഉല്ലാസം ഓട്ടോ പിടിക്കാൻ പറ്റില്ല, നടക്കണം കേട്ടാ. നടക്ക്. ഇത് നമ്മളവിടുത്തെ ചാല പോലത്തെ ഒരു സ്ഥലം അല്ലേ? എല്ലാം ചാല പോലത്തെ ഒരു സ്ഥലം. നമ്മൾ ഇത് വെച്ച് നേരത്തെ വന്ന പോലെ തോന്നല്ലേ? ഇല്ല, ഇത് നിങ്ങൾ ചാലയിൽ പോയിട്ടുള്ളതുകൊണ്ട് തോന്നണായിരിക്കും. അവിടെ ഏത് കണക്കാണ്. ഇത് കൂടെ ക്രൗഡഡ് അല്ലേ ഇവിടെ? തിരക്കില്ലാത്ത സമയത്ത് പോയാൽ തിരക്കില്ല. പുതിയ പുത്തനത് പറഞ്ഞേ. ഈ അറിവുകളൊക്കെ കൊണ്ട് സ്വീറ്റ്സ് അല്ല. സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കുന്നോ? എൻ്റെ മനസ്സ് വായിച്ചു. വേണ്ട, ഉല്ലാസിന് സ്വീറ്റ്സ് അവൻ്റെ മനസ്സിലുള്ള. നിങ്ങൾ എന്തെടുക്കാൻ തീരുമാനിച്ചു? ഉല്ലാസിന് എന്തോ വേണോന്ന് പറഞ്ഞു. മൈസൂർ പാക്ക് നമ്മൾ നിറവേറ്റി കൊടുക്കുന്നു. കൂടെ ഉണ്ട്. കമ്പനി വേണോന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി വേണോന്ന് പറയുന്നുണ്ട്. ഉല്ലാസ് ട്രൈ ചെയ്യാൻ പോകും. നല്ല മണമാണോ? സാപ്പിടുങ്ക സൂപ്പർ സാധനം. ട്രൈ ചെയ്ത് നോക്കിയേ. എനിക്കുണ്ടോ ഒരു കടി കഴിക്കുക. നല്ല ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുക. സൂപ്പർ നല്ല ഫ്ലേവർ. കൊള്ളാം ഗൈസ്. ഇത് നമുക്ക് അങ്ങോട്ട് നടക്കാം. ഈ വഴിയാണ് നമ്മൾ പാരറ്റ്സിനെ തേടി നടക്കേണ്ടത്. ഭയങ്കര സ്മെല്ലാണ് ഗൈസ്. ഭയങ്കര സ്മെല്ലല്ലേ? അപ്പം നമ്മൾ ആ സ്ഥലം എത്താറായെന്ന് തോന്നുന്നു. അല്ല, അതോ തത്തകൾ ഇരിക്കുന്ന കണ്ടില്ലേ ആ മരത്തിൽ? എന്നെ കണ്ടുകൊണ്ട് അല്ലേ? അത് കാക്കയാണ്, കറുത്ത കളറാണ്, കണ്ടില്ലേ? തത്തയടാ. കാക്ക ഇങ്ങനെ ഇരിക്കും, കാണാൻ പറ്റൂല. ഇല്ലാന്നെങ്കിൽ അവർ പറഞ്ഞേ നിങ്ങൾക്ക് കണ്ണാൻ കൂടുന്നു. ഗൈസ്, ഞാൻ സത്യമാണ് പറയുന്നത്. ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്. ടെല്ലിങ് ദ ട്രൂത്ത്. ദോസ് ആർ പാരറ്റ്സ്. അത് പ്രാവുകളാണ് ഗൈസ്. നേരത്തെ തത്തയാണെന്ന് പറഞ്ഞിട്ട് അത് പ്രാവുകളാണ്. അടുത്ത് വന്നപ്പോ മനസ്സിലായി തത്തയല്ല, പ്രാവ്. ഞാൻ പറഞ്ഞായിരുന്നു ശരി. ഞാൻ ഇവിടെ സൈഡിൽ നിന്ന് പറയായിരുന്നു. അത് മാടപ്രാവ്. പ്രാവുകളായിരുന്നു ഗൈസ്. ആ മരത്തിൽ കുറേ പ്രാവുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റൂല. പൂച്ച സാർ നടന്നു പോകുന്നു. പൂച്ചകൾ കാക്കകളെ പിടിക്കില്ല അല്ല? തത്തയെ പിടിക്കുമല്ല. തത്തമ്മേ പൂച്ച എന്ന് പറയണ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. പൂച്ചയുടെ വർഗശത്രു അല്ലേ തത്തമ്മ? പൂച്ചമ്മേന്നല്ല, തത്തമ്മേ പൂച്ച. ഞാൻ പൂച്ചമ്മേ തത്ത. ഇത് നല്ല സ്ഥലം അല്ലേ? ഒരു ഗ്രാമീണ തനിമയുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു. ഈ വീട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എംസാ ഹൗസ് എന്നാണ് സ്ഥലത്തിന്റെ പേര്, വീടിന്റെ പേര്. ഇത് 4-5 10 ഉള്ളൂ. ഇനി ഒരു 20 മിനിറ്റും കൂടെ ഉണ്ട്. നമുക്ക് അതുവരെ ഒന്ന് ഇരിക്കാം അവിടേക്ക്. ഗൈസ്, ഇവിടെ അവര് പിള്ളേരും എല്ലാവരും കൂടെ ചേർന്ന് ക്രിക്കറ്റ് കളിക്കും. പോയി ആടിച്ചു. ഇങ്ങനത്തെ ക്രിക്കറ്റ് കുറച്ച് അണ്ടറാമെറി ഇത്തിരി കൂടുതലാണ്. അത് നിയന്ത്രിക്കണം. അതെ, കാരണം കൈ ഇറക്കി എറിയാറിനൂടെ ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാ? പിന്നെ ഫുൾ കൈ ഇങ്ങനെ മടക്കാതെ എറിയണ്ടേ? അല്ല, അണ്ടറാമ കളി ഇത് പുതിയൊരു മേഖലയായിട്ട് പരിണമിച്ചാലോ? പരിണമിക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ ഗ്രൗണ്ടിലൊക്കെ കളിച്ച്. പക്ഷെ മറ്റാണല്ലോ ഒരു സൗന്ദര്യം. പാടാണ്ട കളിക്കാൻ, അടിക്കാൻ, ബാറ്റ് ചെയ്യാൻ പാടാണ് തന്നെ. കേട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അകത്ത് ബോൾ പോയി. ക്ഷേത്രത്തിന്റെ അകത്ത് ബോൾ പോയി. സ്വാമി പിടിച്ചിട്ടേ. ഇനി നാളെ 6:30 തുറക്കുള്ളൂ ക്ഷേത്രം. 4:30. കണ്ട് ഇവിടെ ഇപ്പോൾ ആള് കൂടി, എല്ലാവരും വന്നല്ലേ? ആള് കൂടി, നമുക്ക് പേടിയും കൂടി. ഇവിടെ ഈ ഡോറ് തുറക്കുമ്പോൾ എല്ലാവരും ഇടിച്ച് കയറുന്നതാണ്. അങ്ങനെ ഇടിച്ചു കയറാൻ ഇത് മറ്റേ കല്യാണത്തിന് സദ്യ എടുക്കണല്ല, അവര് വിളിക്കും, അകത്ത് കയറ്റും. ഇല്ല, നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്പർ പറഞ്ഞു ഇതരാന്തോ. ഇന്ന് നമ്മൾ ഇതിന്റെ ഒരു ഗൈഡൻസ് കാണിച്ചത്. ഇതുകൊണ്ട് ആ വീടുണ്ട് കൊടുക്കാൻ. നീ നിനക്കല്ലേ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്? നമുക്ക് ഇതിന്റെ അപ്പുറത്ത് പാരറ്റ് ഫീഡിങ് തുടങ്ങിയാലോ? എന്റെ ഈ ബുദ്ധി മലയാളി തന്നെ. പുള്ളിക്ക് ഒരു കോമ്പറ്റീഷൻ അല്ലേ? ഈ ഒരു മലയാളി തന്നെയാണ്.
പിന്നെ നീ വാങ്ങ് മറ്റേ കൊണിയൂറൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇറക്കാം കുറേയൊക്കെ. സൺ കൊണിയൂർ, ആഫ്രിക്കൻ പാരറ്റ്, എന്തൊരു ഗ്രേഹം. ഇത് തത്തകളാണ്. ഒരു തത്തയില്ലേ? തത്ത തന്നെ 10 തത്തകൾ ഒത്തുകുത്തി ചത്തിരുന്നു. എനിക്കറിയാം. പത്തനാപുരത്ത് നമ്മളെ വിളിക്കാതെ അവര് കൊടുത്തു തുടങ്ങിയ ഈ തത്തകൾ വന്നപ്പോ ഒരു ഇതല്ലേ. തത്തകൾ എനിക്ക് തോന്നുന്നു ഈ സമയം അറിഞ്ഞ് ഇങ്ങനെ വന്നതായിരിക്കും. അതെ അതുവരെ അവർ കാത്തിരിക്കുകയായിരിക്കും. ഇത്രയും തത്തകളെ, ഇത്രയും ആൾക്കാരും വന്ന് തത്തയും വന്ന് ഒരു യൂണിവേഴ്സൽ ജോയിൻ. മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും തമ്മിലുള്ളൊരു ഇന്റർ കണക്ഷൻ. 4:30 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും നമ്മൾ അകത്ത് കയറാൻ പോവാണ്. അതെ സുഹൃത്തുക്കളെ, നല്ല തിരക്കുണ്ട്. ഓക്കെ, നമ്മൾ കയറാൻ പോകുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ അവൻ്റെ അടുത്ത് ബ്ലാക്ക് ഷർട്ട് പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു. ബൈ. ഞാൻ ഒറ്റപ്പെട്ടു. ഈ പുള്ളിയാണ് സുദർശൻ. ഉല്ലാസ് രംഗീല സ്റ്റൈൽ. ബ്ലാക്ക് ബാൻഡ്. അതിനെന്താണ് പ്രശ്നം? എന്തോ ബ്രൈറ്റ് ആയതുകൊണ്ട് ഷർട്ട് കൊടുത്ത്. ഗൈസ്, ഇവിടെ വരുന്നവർ വൈറ്റ് പ്രിഫർ ചെയ്യുക, ലൈറ്റ് കളർ ഡ്രസ്സ് പ്രിഫർ ചെയ്യുക. എത്ര തവണ ഞാൻ പറഞ്ഞു. എന്താ വൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്നത്? ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കൊള്ളാല്ലേ ഈ ഇടനാഴി? നമ്മൾ കുഞ്ഞു കുഞ്ഞു വഴി കൂടെ നടക്കണം. നമ്മൾ ബാൽക്കണി സീറ്റാനായിട്ട് ബാക്കിൽ വന്നിരിക്കുക. എനിക്ക് പച്ച തത്തകളെക്കാട്ടും ഇഷ്ടപ്പെട്ട ഇതാണ്. എല്ലാവരും ആ ഒരു മരത്തിലാണ് എല്ലാവരും പോയിരിക്കുന്നത്. രസം എന്ത് തോന്നുന്നു? നല്ല രസം ഇല്ല, കൊള്ളാം. സർറിയലിസ്റ്റിക്. ഇത് നേരിട്ട് വന്ന് കാണേണ്ട സാധനമാണ് കേട്ടാ. വീഡിയോയിൽ കണ്ടാലും മനസ്സിലാവില്ല. നേരിട്ട് കാണും. വീഡിയോയിൽ കിട്ടൂലെന്ന്, പതിയൂലെന്നാണ്. ഇപ്പൊ റൈസിൽ ടച്ച് പണ്ണണമെന്നാണ് പറഞ്ഞത്. എന്തിരുന്നാണ് പറഞ്ഞത്? ബാക്കി ട്രാൻസ്ലേറ്റ് ചെയ്തേ എനിക്കറിയില്ല. அந்த கிளாண்டை வந்து என்ன பண்ணோம்னா நம்மளோட எண்ணெயை வந்து பிரபஞ்சத்துக்கு டிரான்ஸ்லேட் பண்ணும். அப்படி அந்த பவர் வந்து அவங்களுக்கு இருக்குது. அதனால தான் எல்லா கடவுள்கிட்டையும் கிளிங்க இருக்குது. பார்த்தீங்கன்னா எல்லா கடவுள்கிட்டையும் கிளிங்க இருக்குது. அது காரணம் அதுதான். அப்படியே பின்னாடி ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്നും തട്ടി വീണ കോമഡി ആയിപ്പോയി. ഇവിടെ ശരിയാ, സീൻ ഉണ്ടാക്കരുത്. ഞാനത് അറിഞ്ഞത് ചെയ്തേനെ നിങ്ങൾക്ക് വേണ്ടി. ദാസൻ അത് ചെയ്യില്ല. ഇപ്പൊ എന്തെന്നാണ് പറഞ്ഞത്? ടച്ച് ചെയ്തതിന്റെ കാര്യം എന്തിനാ? എന്തോ നമ്മുടെ എന്തോ ഗ്ലാൻഡ് ഉണ്ട്. സ്പിരിച്വൽ. അതിൽ ലോജിക്കില്ല. വാങ്ങിച്ചു തരില്ല. അതല്ല, ആത്മീയത്തിൽ നമ്മൾ വേറെ ചോദ്യം ഇല്ലെന്ന് അതാണ് പറഞ്ഞത്.
ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഡിബേറ്റ് അതാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ തൊട്ട സാധനവും പിന്നെ കുറച്ച് കപ്പലിൻ്റെയൊക്കെ ചേർത്ത് അവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ്. കുഴച്ച് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ വെച്ചുകൊടുക്കും. അല്ല നമുക്ക് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അതുകൊണ്ട് ഇവരൊക്കെ ചെയ്യണം. അതെനിക്ക് അവരുടെ ബന്ധുക്കളായിരിക്കും. അങ്ങോട്ട് ഇടിച്ച് കയറണം. വേണ്ട, നമുക്കത് പറ്റൂലല്ലോ. നമുക്ക് ഇതെല്ലാം കാണാം, കണ്ടാൽ മതി. നമ്മളെതിരില്ല. ഇല്ല, ഹൈജാക്ക് ചെയ്യാണ് പ്രാവുകൾ. ഹൈജാക്ക് ഇപ്പം ഇവരെങ്ങനെയാണ് ഇതിനെ മാത്രം ഓടിച്ചു വിടുന്നത്? അതിങ്ങനെ തത്ത വരുമ്പോൾ പ്രാവ് പോകുമായിരിക്കും. അങ്ങനെ ആയിരിക്കും. അങ്ങനെ പോകും. അത്ര പേടിയാ തത്തേ. ഇത്രയും കൂട്ടമായിട്ട് വരെയല്ലേ. പേടിക്കാം. ഓക്കെ, ഇവിടുത്തെ ഷോ തുടങ്ങാൻ പോവുകയാണ്. മാടപ്രാവുകൾ ഭയങ്കര ശല്യമായി. അഴുക്കച്ചെറുതെ. പക്ഷേ ഈ ആൾക്കാരും ഭയങ്കര മെനക്കേട്, ബുദ്ധിമുട്ടിക്കുന്നു. വിഷ്വൽസ് എല്ലാം അതെ, നമ്മളെ പോലെ അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ. അതെ അതെ. നമ്മൾ എണീച്ചൊന്ന് കൂവിയാണ്. അയ്യോ ദാസൻ ചേട്ടനെ കൊണ്ടേ അത് പറ്റുള്ളൂ. എന്താടാ ഇത് നിങ്ങൾ സ്ഥിരമാക്കി. ഇത് കൊള്ളാം നിങ്ങൾക്ക്. ഡോക്ടർ വരെ പോലെ ഉണ്ടല്ലേ നിർണയത്തില് മോഹൻലാലിനെ പോലെ ഇല്ലേ? കറക്റ്റടാ. வரும்போதும் சவுண்டு கொடுக்கக்கூடாது, ஹோடு சவுண்டு கொடுக்கக்கூடாது. யாரும் எந்திரிச்சு கேமரா பிடிக்கிறதுல டக்குனு எந்திரிக்கக்கூடாது. எல்லாம் கிளிங்களும் பறந்துருவாங்க. பயந்துட்டாங்கன்னா பயந்துட்டாங்கன்னா வரமாட்டாங்க. ஏன்னா இது ஃபைன் பண்ண பேர்ட்ஸ் கிடையாது. ஓகேங்களா? கொஞ்சம் அமைதியாக உட்காந்து அவங்க எவ்வளோ அழகாக சாப்பிட்றாங்க. கிளிங்கெல்லாம் வேர்க்கலை தோல் உரிச்சு சாப்பிடுவாங்க. அதெல்லாம் பாருங்கள், ரசிங்க. கேமராலாம் அப்படியே சைடில் போட்டுட்டு கண்ணால் பார்த்து மனசில் ரொம்ப அழகாக இருக்கும். ക്യാമറ കട്ട് എടുത്ത വീഡിയോ ഉണ്ട്. നമുക്ക് ആൾക്കാരെ കാണിക്കട്ടെ. എടുത്തോ ഗൈസ്. ഇത് വലിയ ക്ലിയർ ഒന്നും കാണൂല. ക്ലിയർ ഉള്ള ഇതൊക്കെ യൂട്യൂബിലുണ്ട്, അത് പോയി കാണാം. അല്ല, പുള്ളിക്കാരെ എന്ത് പറഞ്ഞാലും ഈ നമ്മളെ എക്സ്പീരിയൻസ് പറയാം. ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കണ്ണുകൊണ്ട് എൻജോയ് ചെയ്യാനുള്ള സാധനമാണ്. അല്ലാതെ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു മൊമെന്റ് നമുക്ക് മിസ്സാവും. അതെ അതെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരാം. പറ്റുന്ന പോലെ കാണിച്ചു തരാം. ബാക്കി റിവ്യൂ നമ്മൾ പറയാം. സൂപ്പർ അല്ലേ? വന്നില്ലായിരുന്ന ഒരു മിസ്സായ. അതെ അതെ, നല്ല രസമുണ്ട് ഗൈസ്. ഏകദേശം എല്ലാം കഴിച്ച് പൊക്കോണ്ടിരിക്കുക. ഇവിടെ ചെന്നൈയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പോയി കാണുക. ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ജസ്റ്റ് നേരത്തെ പോയി അപ്പോയിൻറ്റ് ചെയ്യുക. അല്ല, അപ്പോയിൻമെൻറ്റ് എടുക്കുക. ആരോ എണീച്ചെന്നു. കഴിഞ്ഞു, ഫീഡിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പതുക്കെ ചലിക്കാം. നമ്മുടെ ഫീഡിങ്ങിനായിട്ട് നമുക്ക് പോയാലോ? ഒരു തവണ ഫീഡ് ചെയ്യില്ല, ഇനി രാത്രിയിൽ கேட்குறதுனா அவங்க பறவைங்களுக்கு அல்ட்ரா வயலட் தெரியும். அவங்க அந்த பிளாக்கு இன்னும் பிளாக்னா ஏதோ சம் அனிமல்ஸ் இஸ் கேச்சிங் பண்ணுறதுக்கோசம் உட்காந்துக்கு மாதிரி அவங்க மேலேருந்து என்ன பண்ணுறாங்க, இறங்க மாட்டாங்க. they are not coming down. Thank you so much. Come in January, sir. Try in January. That time will become a heaven. കൊള്ളാല്ലേ? നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. നമുക്കൊരു ഇത് വാങ്ങിച്ചു കൊടുത്താലോ? എനിക്ക് തോന്നുന്നു വാങ്ങിച്ചു കൊടുക്കണം, നല്ലതായിരിക്കും. ഗൈസ്, നമുക്ക് മേടിച്ചു കൊടുക്കണോ? മേടിച്ചു കൊടുത്താലോ? മേടിച്ചു കൊടുക്കാം. അപ്പം മേടിച്ചു കൊടുക്കാം ഗൈസ്. അവര് പൈസ തന്ന സാധാരണ നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ഇതൊരു ബിസിനസ് ആക്കിയേനെ. അതെ, ഉല്ലാസിന് അതിന് പ്ലാൻ ഉണ്ട്. ഉല്ലാസിന് അയ്യോ പോയി, അവര് കൊള്ളാം കേട്ടോ. ഗ്രൗണ്ട് നട്ട് പോയി ഗൈസ്. അവര് ഇത് ഫ്രീ ആയിട്ടാണ് ചെയ്യണത്. അത് എനിക്ക് പാഷന്റെ പുറത്താണ്. അതെ, പ്യൂർ പാഷൻ. പക്ഷേ കപ്പലണ്ടി ഇപ്പം കാണാനില്ല. നമുക്ക് ജനുവരിയിൽ വരുമ്പം മേടിച്ചു കൊടുക്കാം അല്ലേ? ജനുവരിയിൽ ഇവിടെ ഒരു സ്വർഗ്ഗമാവുമെന്നാണ് പറഞ്ഞത്. അതെ, അപ്പം നല്ല തിരക്കായിരിക്കും അല്ലേ ഇവിടെ? തിരക്കായിരിക്കും. എല്ലാവരും ജനുവരിയിലായിരിക്കും അടി. ഇനി നമുക്ക് എങ്ങോട്ടാ പോയല്ലേ? ചായ കുടിച്ചാലോ? മറീന ബീച്ചിലാണോ? ആ ശരിയാണ്. രാത്രി മരീന
രാത്രിയായി ഇപ്പൊ പോവാം. 6:30. റൂമിൽ പോകണോ? വേണ്ട, പോണ്ട. റൂമിൽ പോണ്ട. എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം. ബാത്റൂം ഇവിടെ ബാത്റൂമിൽ പോലും സമ്മതിക്കാം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കയറി പോയാൽ ലക്ഷറി ബാത്റൂം ലക്ഷറി ആണെന്നാണ് ഉല്ലാസ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ബാത്റൂം ചെയ്യാൻ പോകാൻ പാടില്ല. കഷ്ടപ്പെടാം. ഇവരൊക്കെ എങ്ങനെ ജീവിക്കും മനുഷ്യൻ?